നമസ്കാരം. നമസ്കാരം. ആദ്യമായിട്ടാണ് ഇന്റർവ്യൂ കൊടുക്കുന്നതെന്ന് മനസ്സിലായി. അതെ. അറിയോന്നറിയില്ല. ഇപ്പോൾ ഒരു സിനിമയൊക്കെ റിലീസാവുന്ന സമയത്ത് നമുക്കൊക്കെ സിനിമാ സംബന്ധികളായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടായിരിക്കും. അപ്പോൾ അവിടെ എബിൻ്റെ റീറോഡ് മീഡിയയിൽ തരുന്ന റിവ്യൂവിൻ്റെ ദൈർഘ്യം അനുസരിച്ചിട്ടാണ് ആ സിനിമ നമ്മളെങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സംഗതി മനസ്സിലായല്ലോ. ഇപ്പോൾ ഒരു മോശം സിനിമയ്ക്ക് 15 സെക്കൻഡ് സമയം കൊടുത്താൽ മതി. അതായത് ഇപ്പോൾ ഒരു മോശം സിനിമ ഇറങ്ങുകയാണെങ്കിൽ 15 സെക്കൻഡ് വന്നിട്ട് എബിൻ പറയും നിങ്ങളുടെ 3 മണിക്കൂർ സമയം കളയാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം സിനിമ കാണാൻ പറഞ്ഞിട്ട് പോവാണ്. ആ ഐഡിയ എങ്ങനെയാ ക്രാക്ക് ആവണേ? അത് വേണമെന്ന് വെച്ച് ചെയ്തൊന്നുമല്ല. ആ അത് ആക്ച്വലി നമ്മൾ കണ്ടത് ഇനി അതിനെപ്പറ്റി പറയാനോ ഒന്നും അതിനെപ്പറ്റി ആലോചിക്കാനൊന്നും വയ്യ. അതുകൊണ്ട് എത്രയും ചുരുക്കി പറയാൻ പറ്റുമോ അത്രയും. അതിൽ പ്രത്യേകിച്ച് റവന്യൂ ഒന്നും കിട്ടില്ല അതിൽ. അതെ 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 ഒന്നുമില്ല. നമുക്ക് ജസ്റ്റ് വെറുതെ നമ്മുടെ ഒരു സമാധാനത്തിൽ ചെയ്തെന്ന് മാത്രം. കേൾക്കണവർക്ക് പിന്നെ അത് ശീലമായി. പിന്നെ ചിലവരിപ്പോൾ ഈ ഡ്യൂറേഷൻ കണ്ടിട്ട് കാണുന്നവരുണ്ട്. അതെ ആക്ച്വലി അങ്ങനെ വേണമെന്ന് വെച്ച് ചെയ്യണതല്ല. ചില പടങ്ങൾ ഒന്നും പറയാൻ സമ്മതിപ്പിക്കില്ല. അതുകൊണ്ടാണ്. ഇപ്പൊ ഗെയിം ചേഞ്ചർ ചെയ്ത സമയത്തും ഇതുപോലെ തന്നെ വടിവേലുവിന്റെ ഒരു മീം വെച്ചിട്ടാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് നമുക്കൊക്കെ മനസ്സിലായത് ഓക്കെ ഗെയിം ചേഞ്ചർ അത്ര വർക്കല്ല, കുറച്ച് അണ്ടർ ഡെവലപ്പിംഗ് ആയിട്ടുള്ള സിനിമയാണെന്ന് നമുക്ക് മനസ്സിലായത് അപ്പോഴാണ്. ഈ ഐഡിയ ശരിക്കും ആദ്യം ഇംപ്ലിമെന്റ് ചെയ്യുന്ന സിനിമ അത് ഏജന്റ് ആണോ? ഏജന്റും അല്ല, ഏതോ അതെനിക്ക് ഓർമ്മയില്ല ഏതോ പടം. കുറുക്കനോ അങ്ങനെ ഏതൊരു പടത്തിലാണ് ഇതുപോലെ ആൾക്കാർ കുറച്ച് ഏജന്റാണെന്ന് തോന്നുന്നു. ഏജന്റ് അല്ലേ മറ്റേ കാശ് കൊടുത്തിട്ട് കടിക്കണ പട്ടീനെ അതെ വാങ്ങിച്ചു അതെ 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 അതെ. അത് വേണമെന്ന് വെച്ചാൽ ഡ്യൂറേഷൻ ഒന്നും ഞാൻ നോക്കിയതല്ല. ചെയ്തു വന്നപ്പോൾ അത്ര ഡ്യൂറേഷൻ ഉള്ളൂ. പിന്നെ അതൊരു ടെംപ്ലേറ്റ് ആയി 10 സെക്കൻഡ് 15 സെക്കൻഡ് എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ അത്ര ഉള്ളൂ പടം എന്നുള്ളത് ആൾക്കാർക്ക് രജിസ്റ്റർ ആവാൻ തുടങ്ങി. ഈ 15 സെക്കൻഡ് സീരീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടായിട്ട് സീരീസ് ഒന്നും അല്ല. അത് ഇന്റൻഷനലി ചെയ്യണമെന്നല്ല, അറിയാതെ വന്നു പോണതാണ്. പക്ഷെ അതിൽ തന്നെ എനിക്ക് ഏറ്റവും ക്രിയേറ്റീവായിട്ട് തോന്നിയ കാര്യം ദേവര ഇറങ്ങിയപ്പോൾ വന്നതാണ്. ദേവര ഇറങ്ങിയപ്പോൾ അന്ന് കൺവിൻസിങ് സ്റ്റാർ സുരേഷ് കൃഷ്ണ ട്രെൻഡ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ നിങ്ങള് പടം കാണുക, ഞാൻ ഒരു വട്ടം കൂടി പടം കാണാന്ന് പറഞ്ഞിട്ട് സുരേഷ് കൃഷ്ണ സൈഡ് ചെയ്ത് ഇങ്ങനെ പൊന്തി വരികയാണ്. ആ ഐഡിയ ഒക്കെ അപ്പ സ്പോട്ടിൽ അത് തോന്നുന്നതായിരുന്നു. ഞാൻ ഓൾറെഡി ഇതിനു മുമ്പ് ഇൻസ്റ്റയിൽ കുറെ ഇങ്ങനെ ആ. മാറി ചെയ്യാറുണ്ടായിരുന്നു. ഉം. മൂവി റിവ്യൂസ് ആയിട്ട് തന്നെ കൺവിൻസ് ചെയ്യിപ്പിക്കണ പോലെ ഭയങ്കര ക്രൂവൽ അല്ലെങ്കിൽ ഉം. ഈ സ്ലാഷർ പടങ്ങളൊക്കെ ഫീൽ ഫീൽ ഗുഡ് സിനിമകളാന്ന് പറയുന്നത് അതാണ്. അതേപോലെ ഒന്ന് മാറ്റി പറഞ്ഞു നോക്കിയാണ് ഇതിൽ, അല്ലാണ്ട് വേറൊന്നുമില്ല. ഇപ്പൊ ശരിക്കും എബിന്റെ പ്രൊഫഷൻ എന്താണ്, എബിന്റെ വീട് എവിടെയാണ്, അങ്ങനത്തെ കാര്യങ്ങളോ അധികം അങ്ങനെ റിവീൽ ചെയ്തിട്ടില്ല. ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു Q&A വീഡിയോ ചെയ്തിട്ട് കുറെ. അല്ലാതെ ഇപ്പൊ പറഞ്ഞ പോലെ 15 സെക്കൻഡ്സ് വീഡിയോയും അല്ലെങ്കിൽ ഇപ്പൊ റോസ്റ്റും വന്നതിന് ശേഷമാണ് വളരെയധികം പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തൊട്ടിട്ട് ശരിക്കും എബിന്റെ പേരെന്താണ്, പ്രൊഫഷൻ എന്താണ്, പേഴ്സണൽ ആയിട്ട് കാര്യങ്ങളൊന്നും അങ്ങനെ അധികം ആളുകൾക്ക് അറിയില്ല. അതൊന്നും അതിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. എൻ്റെ പേര് എബിൻ എന്നാണ്. ഞാനിവിടെ പാലക്കാടാണ് സ്ഥലം. പാലക്കാട് മലമ്പുഴ എന്ന് പറയും. പിന്നെ ഇവിടെ തന്നെ പാലക്കാട് സാൻജോ എന്ന് പറഞ്ഞിട്ടൊരു ഫാർമസി കോളേജ് ഉണ്ട്. സാൻജോ കോളേജ് ഫാർമസ്യൂട്ടിക്കൽ സ്റ്റഡീസ്. അവിടെ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ്. പ്രൊഫസറാണ്. ഒരു 5 വർഷമായി ഇപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ഞാൻ വൈഫ് ഇതുപോലെ പ്രൈമറ്റ് കോളേജ് ഓഫ് ഫാർമസി ഉണ്ട് പാലക്കാട് തന്നെ, അവിടെ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ്. ദെൻ ഞാൻ പഠിച്ചത് ബിഫാമും എംഫാമും PG കഴിഞ്ഞിട്ടാണ് ഇതിന് കയറിയത്. പിന്നെ പഠിക്കുന്ന ടൈമിലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത്. 2018 ടൈമിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു, ഗോകുൽ എന്ന് പറയും. ആളിപ്പോൾ ഇൻസ്റ്റയിൽ ഇൻഫ്ലുവൻസർ തന്നെയാണ്. സിംപ്ലിഫൈഡ് ഗോകുൽ എന്നൊരു ചാനൽ പേജ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി തുടങ്ങിയതാണ്. അതാണ് ഞങ്ങളുടെ സ്റ്റാർട്ട്. ഇത്രേ ഉള്ളൂ. ഈ റീലോഡ് മീഡിയ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് റീലോഡ് റോസ്റ്റ് തുടങ്ങുന്നത്. അപ്പോൾ റോസ്റ്റിലാണ് നമുക്ക് ശരിക്കും എബിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി മുഴുവനായിട്ട് മനസ്സിലായിട്ടുള്ള കുറേ ഏരിയ ഉള്ളത്. അപ്പോൾ അതിൽ ഈ എങ്ങനെയാണ് പാലക്കാടിൽ മാത്രം ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ, പേരുകൾ, സാധനങ്ങളുടെ പേരൊക്കെ വെച്ചിട്ടാണ് പലപ്പോഴും പല സിനിമാ പേരുകളും ട്വീക്ക് ചെയ്തിട്ട് അതിൽ വരിക. ഉദാഹരണത്തിന് ഭീംല നായക് എന്നുള്ളതിൻ്റെ പേര് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് കൊഴിഞ്ഞമ്പാറ മാടൻ എന്നാണ്. കൊഴിഞ്ഞമ്പാറ പാലക്കാടുള്ള ഒരു സ്ഥലമാണ്. ആ കൊഴിഞ്ഞമ്പാറ മാടൻ ആ പേര് കൊടുക്കാനും മൊത്തത്തിൽ അതിൽ പറയണ കാര്യങ്ങൾക്കൊക്കെയും ഒരു പാലക്കാടൻ ഫ്ലേവർ ഉണ്ടാവും. അതായത് മറ്റേ രഥോത്സവത്തിന് മേടിച്ചിട്ടുള്ള എമർജൻസി ലൈറ്റ് ആയിട്ട് വരുന്ന പവർ സ്റ്റാർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണല്ലോ അത് വരുന്നത്. അങ്ങനെ കൊടുത്താൽ അത് വർക്ക് ആവും. ആ ടേക്ക് എവിടുന്ന? അതും ഇന്റൻഷനലി ചെയ്തൊന്നുമല്ല. റിവ്യൂ പോലെയല്ല റോസ്റ്റ്. റിവ്യൂ കുറച്ചും കൂടി നമുക്ക് ഇപ്പം ഈ പറയുന്ന സ്ലാങ്ങിലാണ്. പക്ഷെ എൻ്റെ പ്രോപ്പർ സ്ലാങ് എന്ന് പറഞ്ഞാൽ പാലക്കാട് സ്ലാങ്. അത് ഞാൻ മാക്സിമം വരാണ്ടിരിക്കാൻ വേണ്ടി പിടിച്ചിട്ടായിരിക്കും മറ്റേ വീഡിയോസിലൊക്കെ പറയാം. ഇതിലെന്ന് പറഞ്ഞാൽ അത് ഈ പറയണ ഒരു ഫ്ലോയിൽ അത് തന്നെ കയറി വരണതാണ്. പിന്നെ അത് ഞാൻ പറഞ്ഞ പോലെ ഇന്റൻഷനലി പാലക്കാട് സ്ലാങ് വരണം വെച്ച് ചെയ്യണമെന്നല്ല. ആ വീഡിയോസ് അങ്ങനെ ആയതുകൊണ്ടും പിന്നെ എനിക്ക് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് പറയാൻ പറ്റും അതിൽ. ആ സ്ലാങ് എടുക്കുമ്പോഴും അടുത്തുള്ള കാര്യങ്ങളും സ്ഥലങ്ങളൊക്കെ റെഫർ ചെയ്ത് പറയുമ്പോൾ എനിക്ക് കുറച്ചും കൂടി എനിക്ക് പറയാൻ എളുപ്പത്തിന് വേണ്ടി ചെയ്തതാണ്. അങ്ങനെ ഒന്നാണ്. ഡാക്കു മഹാരാജനെ അലക്ക് മഹാരാജ് എന്ന് പറഞ്ഞിട്ടാണ് റോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഡാക്കു മഹാരാജ് എല്ലാ ആളുകൾക്കും ഇഷ്ടമായി. ബാലയ്യയുടെ പടം എന്നുള്ള രീതിയിൽ മലയാളികൾക്ക് മൊത്തം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ആ സിനിമ. അതായത് മാസ എലമെന്റ്സ് ഇഷ്ടമായി. പക്ഷെ പിന്നെ അത് വർക്ക് ആയില്ല. എന്തായിരുന്നു ശരിക്കും ഡാക്കു മഹാരാജനെ അങ്ങനെ റോസ്റ്റ് ചെയ്യാനുള്ള കാര്യം? ഡാക്കു ഞാൻ ഈ പറഞ്ഞ പോലെ ഓൾറെഡി ബാലയ്യ പടങ്ങൾ ഇങ്ങനെ കണ്ട് ശീലിച്ചിട്ട് ആ ചങ്ങേനെ കണ്ട അതാണ് രജിസ്റ്റർ ആവുക. പക്ഷെ ആ വീഡിയോയുടെ തന്നെ ഞാൻ അവസാനം പറഞ്ഞിട്ടുണ്ട്, പേഴ്സണലി മറ്റു ബാലയ്യ പടങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ
കുറച്ചും കൂടി ഭേദപ്പെട്ട പടമാണ്. ഉം. അല്ലാണ്ട് അത്രയും നല്ല പടം എന്നല്ല. ഇതുവരെ ഇറങ്ങിയ തെലുങ്ക് പടത്തിലെ ഏറ്റവും ബെസ്റ്റ് പടം അങ്ങനെയൊന്നുമില്ല. കമ്പയർ ടു മറ്റു ബാലയ പടങ്ങൾ വെച്ചിട്ട് കുറച്ചും കൂടി നല്ല പടമെന്ന് ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് വർക്കായില്ല, ആൾക്കാർക്ക് വർക്കായി എനിക്ക് വർക്കായില്ല എന്നുള്ളതൊക്കെ സെപ്പറേറ്റ് കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വീഡിയോയുടെ ടൈറ്റിൽ തന്നെ അലക്ക് മഹാരാജ് എന്നാണ്. കിട്ടിയ അലക്ക് എനിക്കാണെന്ന് മാത്രം. അത്രേ ഉള്ളൂ. അങ്ങനെ ഞാനും വിചാരിച്ചിട്ടുള്ളൂ. ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് തന്നെ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഇട്ട് എല്ലാവരും ഊക്കുമ്പോൾ നമുക്ക് ഇട്ട് ഇറക്കി ഊക്ക് ഏറിപ്പോവും. പക്ഷെ ഇത് ബാലയ്യയുടെ ഒരു പടത്തിന് ഏറിപ്പോന്ന് ഞാൻ വിചാരിച്ചില്ല. പോരാത്തന്നെ അത് ഏറല്ല, ഇൻട്രസ്റ്റെല്ലർ ട്രാവലും പോയി ഫിഫ്ത്ത് ഡയമെൻഷനിൽ കയറി തിരിച്ചു വന്ന പോലെ സാധാരണ ഏറി പോണ പോലെ ഒന്നുമല്ല. ദെൻ ഈ പുഷ്പയുടെ കാര്യം പറഞ്ഞിട്ടാണ് കുറേ പേര് പറയണത്. ശരിക്കും ചോദിച്ചോട്ടെ, പുഷ്പ 2 ഇഷ്ടമായോ? പുഷ്പ 2 പേഴ്സണലി എനിക്ക് ഇഷ്ടമായി. അതിപ്പോ ഇപ്പൊ എന്തുകൊണ്ട് ഈ ദാക്കു എന്തുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. അതേപോലെ തന്നെ പുഷ്പ എനിക്ക് എന്തുകൊണ്ട് ഇഷ്ടമായി എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. പുഷ്പ ശരിക്കും അത് ഞാൻ കണ്ട ഒരു ടൈമും, ഞാനിപ്പോൾ ഫാൻ ഷോ ആണ് കണ്ടത്, ഞാൻ അത് പ്രതീക്ഷിച്ചിട്ടാണ് കണ്ടത്. ഞാൻ ആ ഒരു വൈബിൽ തന്നെയാണ് പടം കണ്ടത്. അപ്പോൾ എനിക്ക് ആ പടം അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പബ്ലിക് ഒപ്പീനിയൻ അല്ലല്ലോ നമ്മൾ പറയണം, നമ്മൾ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഇപ്പം എല്ലാവരും മോശം പടമാണെന്ന് പറയുന്നത് കൊണ്ട് എനിക്കിഷ്ടമായ ഒരു സാധനം പിന്നെ വന്നിട്ട് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് വിചാരിച്ച് മാറ്റി പറയേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. മനസ്സിലായി. സോ എനിക്കിഷ്ടപ്പെട്ടു, അത് ഇപ്പോഴും ഇഷ്ടമാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്നാലും ഇതിന്റെ ഒരു ഒരാളുടെ ഒരു മീറ്റർ, ഒരാളുടെ ഒരു ബിഹേവിയറൽ പാറ്റേൺ ഒക്കെ വെച്ചിട്ടായിരിക്കണം നമ്മൾ ഒരാളെ അസസ് ചെയ്യുക. അത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ശരിക്കും രശ്മിക മന്ദാനയുടെ പല സീൻസും അല്ലെങ്കിൽ അല്ലു അർജുന്റെ പല സീൻസും ഒക്കെ ശരിക്കും ഓവർ ആണെന്നാണ് എബിൻ പറയേണ്ടതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അതൊക്കെ എബിന് വർക്കായി. പ്രത്യേകിച്ച് ആ ഒരു അവിടുത്തെ ഒരു ഉത്സവത്തിലെ സീനുകളോ അല്ലെങ്കിൽ രശ്മിക മന്ദാന എന്താണ് എല്ലാവരും പുഷ്പയുടെ ആളുകൾ ആവുന്നത് എന്നൊക്കെ പറയുന്ന സീൻസ് ഒക്കെ എബിന് വർക്കായി. പക്ഷെ സാധാരണഗതിയിൽ അത് എബിന് വർക്കാവാണ്ടിരിക്കണം. എബിന്റെ ഓഡിയൻസിന് പ്രകാരം അത് എബിന് വർക്കാവില്ല എന്നാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. അതെന്താ ശരിക്കും അത് വർക്കാവാൻ കാര്യം? അതിന്റെ ഒരു ഫാക്ട് എന്താണ്? അത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, അതിന് പ്രത്യേകിച്ച് ഉത്തരമില്ല. അത് ഒന്നാമത് എനിക്കറിയില്ല എന്താ ആ പടം എനിക്ക് വർക്കായി അത്ര തന്നെ. ഇപ്പൊ പിന്നെ പുഷ്പ 1 ഇഷ്ടമായിട്ടാണ് ഞാൻ പുഷ്പ 2 കാണുന്നത്. ഈ 1 പോലും ഇഷ്ടമല്ലാത്ത ഒരു 2 കാണുന്നുണ്ട്. ആ പടത്തിന് മീറ്റർ അതാണ്. പടത്തിന്റെ ഞാൻ ഈ പടത്തിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയണതല്ല. എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ ഞാൻ ജസ്റ്റിഫൈ ചെയ്തിട്ടാണ് പടത്തിന് കണ്ടത്. അവർക്ക് ആ ക്യാരക്ടർ ഇങ്ങനെയാണ്, ഇനി കുറച്ചും കൂടി എക്സാഗ്രേറ്റഡ് ആയിട്ടാണ് ക്യാരക്ടർ ചെയ്യുക. ഓൾറെഡി KGF 2 കഴിഞ്ഞിട്ട് ആള് മാറ്റി എഴുതിയ സ്ക്രിപ്റ്റ് ആണ്. സോ ഓവറാക്കി ചെയ്യണമെന്ന് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പടമാണ്. ട്രെയിലർ ഏത് പ്രോമിസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ആ പടം എന്താണ് ഞാൻ പ്രതീക്ഷിച്ചത് അത് തന്നെയാണ് എനിക്ക് ആ പടത്തിൽ നിന്ന് കിട്ടിയത്. അല്ലാണ്ട് പുഷ്പ 2 കാണാൻ പോയിട്ട് KGF അല്ലല്ലോ കാണാൻ പോകണം. അത് പുഷ്പയുടെ അട്രോസിറ്റീസ് കാണാൻ തന്നെയാണ് പോയിട്ടുള്ളത്. അത് അതിൽ നിന്ന് കിട്ടുകയും ചെയ്തു എനിക്ക്. അതുകൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ്. പക്ഷേ ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള വലിയൊരു വിഭാഗം ആളുകൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പുഷ്പ 2 സർക്കാസം മോഡൽ പറഞ്ഞൊരു റിവ്യൂ ആയിരുന്നു എന്നായിരുന്നു. പക്ഷെ അത് ശരിക്കും ജെനുവിൻ ആയിട്ട് സർക്കാസായിട്ട് പറയുമ്പോൾ മനസ്സിലാവും എല്ലാവർക്കും. ഇത് ജെനുവിൻ ആയിട്ട് തന്നെ പറഞ്ഞതാണ്. അങ്ങനെ സർക്കാസായിട്ട് പറയണതിൽ എന്തെങ്കിലും ഞാൻ പറയുമല്ലോ, വ്യത്യാസം വരുത്തിയിട്ട് ഞാൻ പറയാറുണ്ടല്ലോ. ഇത് പക്ഷെ ഞാൻ ജെന്യൂൻ ആയിട്ട് പറഞ്ഞത്. ഇപ്പോഴും സ്റ്റിൽ എനിക്ക് പുഷ്പ 2 ഇഷ്ടമാണ്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എനിക്ക് പുഷ്പ 2 ഇഷ്ടമായതുകൊണ്ട് എന്താണ് കുഴപ്പം? ഇപ്പൊ ദാക്കു ഇഷ്ടപ്പെട്ടില്ല, അതിനെന്താണ് കുഴപ്പം?